കെട്ടിടം ഉപയോഗശൂന്യമാണ്. ഇത് ആരെയും പ്രവേശിപ്പിക്കാതെ ഇട്ടിരുന്ന കെട്ടിടമാണ് എന്ന് പറയുമ്പോഴും ഇതിനുള്ളിലെ ശുചിമുറിയിലേക്ക് എങ്ങനെയാണ് ഈ രോഗികൾ പോയത്? അവർ കടന്നു ചെല്ലാതിരിക്കാനായി ഒരു തരത്തിലും അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലേ? ജാഗ്രത ഉണ്ടായിരുന്നില്ലേ? പൂർണ്ണമായി ഉപയോഗിക്കാത്ത കെട്ടിടമാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ആ തകർന്നു വീണ കെട്ടിടത്തിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ തന്നെ കാണാം. നല്ല സ്ട്രക്ചറുകളുണ്ട്, വീൽ ചെയറുകളുണ്ട്. അതൊക്കെ ശൂന്യമായ വസ്തുക്കളല്ല, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആളുകൾ മൂന്നാമത്തെ നിലയിലാണ് ടോയ്ലറ്റുകളും ബാത്റൂമുകളും ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കെട്ടിടം, ഉപയോഗശൂന്യമായ ഒരു കെട്ടിടത്തിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടിടം തകരുമ്പോൾ 4 5 ആളുകൾ അതിൽ ഉൾപ്പെടുകയും എത്ര പേര് അപകടത്തിൽപ്പെട്ടു എന്ന് കൃത്യമായ വിവരം ഇപ്പോൾ പുറത്തെടുത്തു എന്നൊരു വിവരം ലഭ്യമാകുന്നുണ്ട്. അത് ഈ ചാണ്ടി ഉമ്മൻ പറഞ്ഞതുപോലെ ആ മകൾ പറഞ്ഞ കാണാതെ പോയ ആളാണോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കൂ. അല്പസമയം, അതായത് ഞാനൊരു 12:45 കൂടിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എന്നോടൊപ്പമാണ് ചാണ്ടി ഉമ്മൻ MLA-യും ഈ അകത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹം അപ്പോൾ എന്നെ അത്ര പരിചയമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്, ഒരാളെ കാണാനില്ല. ഞാൻ അവിടെ ചെന്ന് അവരുടെ മകളെ കണ്ടിരുന്നു. ഈ അപകടം ഉണ്ടായതിനു ശേഷം അമ്മ ബാത്റൂമിൽ പോയതാണ്. അപകടം ഉണ്ടായതിനു ശേഷം അമ്മയെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ട് കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ പട്ടിക, അതായത് കാണാതായവരുടെയോ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെയോ പട്ടികയിൽ ആ സ്ത്രീ ഇല്ല, അല്ലെങ്കിൽ അവരെവിടെയാണെന്ന് നിലവിൽ യാതൊരു വിധമായ വിവരവുമില്ല. അക്കാര്യം ഒന്ന് പരിശോധിക്കണം എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞ് ഏകദേശം ഒരു 15-20 മിനിറ്റുകൾക്കകമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് നിന്ന് 3 മൺമാന്തി യന്ത്രം ഉപയോഗിച്ച്, ചെറിയ മൺമാന്തി യന്ത്രം ഉപയോഗിച്ച് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയാണ്. ആ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള ആ തെങ്ങിന് അടുത്തായിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ആ സ്ത്രീയെ കണ്ടെത്തിയത്. വേഗത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.